ഹായ് ഗൈസ്, മുൻപത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് ഇപ്പോൾ സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യുന്നത്. മറ്റൊന്നുമില്ല, ഞാൻ പറഞ്ഞിരുന്നില്ല നമ്മൾ ധ്യാനലിങ്കൊക്കെ പോകുന്ന ടൈമിൽ അവിടെ ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളിപ്പോൾ ഇഷ യോഗ സെൻറ്ററിനകത്തിലാണ് നമ്മൾ അക്കോമഡേഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. ഫോൺ അലൗഡാണ് അവിടെ. പിന്നെ നമുക്ക് അവിടെ അകത്തെ യോഗ കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യാം. അവിടെ ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടും. അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ഇതുണ്ട്. അപ്പം നിങ്ങൾ കഴിവതും അക്കോമഡേഷൻ അകത്ത് തന്നെ എടുക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് മുന്നേ ബുക്ക് ചെയ്തിടുന്നതായിരിക്കും നല്ലത്. പിന്നെ എസ്പെഷ്യലി നമ്മൾ വീക്കെൻഡ്സിൽ പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കോമഡേഷൻ കിട്ടും. ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റാണ് നോക്കിയത്. അപ്പോൾ നമുക്ക് അക്കോമഡേഷൻ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് ധ്യാനലിങ്കിനകത്തിൽ നമുക്ക് ഒത്തിരി നേരം യോഗ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. നമ്മുടെ മൈൻഡ് ഒന്ന് പറയുന്നത് നല്ലൊരു ഫ്രഷ് ആവും നമ്മൾ അവിടുത്തെ യോഗ കാര്യങ്ങളിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ. പക്ഷേ ഞങ്ങൾക്ക് അവിടെ അതിനൊന്നുമുള്ള ടൈം കിട്ടിയിരുന്നില്ല. അതുപോലെ സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട് എന്ന് പറഞ്ഞിട്ട് 2 ഇതുണ്ട്. സൂര്യകുണ്ട് എന്ന് പറഞ്ഞാൽ ജെൻസിന് നമുക്ക് കുളിക്കാനുള്ള ഒരു സൗകര്യം, ചന്ദ്രകുണ്ട് എന്ന് പറഞ്ഞാൽ ലേഡീസിന് കുളിക്കാനുള്ള ആ ഒരു ഇതുമായിട്ടാണുള്ളത്. അതെല്ലാം ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇനി പോകുമ്പോൾ ഈ കാര്യങ്ങളോട് ശ്രദ്ധിക്കുക.